ഹലോ ലീന, ഇത് ബെന്നിയാണ്. പ്ലീസ്, ലീന എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയില്ല. ഹലോ, ഐ ലവ് യു ലീന. എല്ലാം ശരിയാക്കി തരാം. നിങ്ങളുടെ പണക്ക് ഞാൻ മാറ്റി തരാം. ഓക്കെ, ഐ ലവ് യു. ഓക്കെ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. നിന്നോട് എന്ത് പറഞ്ഞു? നിന്നോടെന്ത് പറഞ്ഞു? ഐ ലവ് യു. നിന്നോടോ? ഡോണ്ട് ഡിസ്റ്റർബ്. അയ്യോ, ഐ ലവ് യു, ഐ ലവ് യു. എന്നോടറിയോ? ഒന്ന് മാറിക്കിടന്നേട്ടാ. എന്നോട് ഐ ലവ് യു എന്നാ പറഞ്ഞു. എന്നോട് ഐ ലവ് യു എന്നാ പറഞ്ഞത്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങ വീണു. അവളെല്ലാം മറന്നുപോയി, സ്വന്തം കാമുകനെ പോലും. പിന്നെ ഇത് അത് ബസ് പറഞ്ഞപ്പോ അതിനകത്തുണ്ടായിരുന്ന പെണ്ണല്ലേ എല്ലാം മറന്നുപോയത്. അതൊക്കെ സിനിമയിൽ ഇന്നലെ. ഇത് തേങ്ങ വീണിട്ടാ. അവളെ കാമുകനെ മറന്നിട്ട് വേറൊരുത്തനെ കല്യാണം കഴിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് അവളുടെ തലയെ ഒരു വെള്ളക്കാ വീണു. അപ്പോൾ അവക്ക് കാമുകനെ ഓർമ്മ വന്നു. അവൾ അവന്റെ കൂടെ കുളിച്ചോടി. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്ത. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തത്. ബുദ്ധിമുട്ടില്ലാത്ത പണി പാട്ട് പാടുന്നതാണ്. കേൾക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ചെറിയ പണിയാലും മതി. വല്ല നെട്ട് മുറുക്കലോ മറ്റോ. നിന്നെ ഇവിടെ പണിക്ക് നിർത്തിയാൽ പിന്നെ എനിക്ക് പണിയാവും. നീ ഒരു കലാകാരനല്ലേ, ഗായകനല്ലേ? ആ വഴിക്ക് ചിന്തിക്ക്. ഇവിടെ വെച്ച് വേണ്ട, റോഡിൽ ഇറങ്ങിയിട്ട് മതി. കേടായി കിടക്കുന്ന കാറുകളൊക്കെ സ്റ്റാർട്ട് ആവും. എന്തിനു പാഴ്ശ്രുതി നീട്ടുവതേ തന്ത്രികൾ പൊട്ടിയ സർക്കാശ്. ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. നമസ്തേ. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോടെ. ഒന്ന് കറങ്ങി. മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം. ഒരു ഗ്ലാസ് പാലെടുക്കൂ. മിൽക്ക് മിൽക്ക് മിൽക്ക്. ഇത് പഴങ്കഞ്ഞിയാലോ? നിന്നെ പോലീസ് പിടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ, ശരി തന്നെ? പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ്സുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. അറിയില്ലേ? ഇല്ല. നമ്മുടെ രാമനാരായണ പിന്നെയും വഴക്കായിരുന്നു. പിന്നെയും മേലി വിളിച്ചോ? പൊളിച്ചടുക്കി. ഇതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. എസ് ഐയുടെ ഗമയല്ലേ. ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. വിഷോ. നമസ്കാരം. സാറിന് നേരത്തെ ആണല്ലോ. ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം.
ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് SI ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ, ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാ. 6 മാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ചു വിറ്റു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തരം കാണിക്കാവുന്നു തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം. ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലയെ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും. ചെയ്തുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റ ചാട്ടം. SI ഒരൊറ്റ ഓട്ടം. ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാഭി നോക്കി ഒരൊറ്റ ചവിട്ടാ. ദേ കിടക്കുന്നവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ, എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടു കിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി. സ്വപ്പം മ്യൂസിക് കേൾക്കാം. എടാ ക്ഷുദ്രജീവി, നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. സാറിനെ പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നീർക്കോലി. ലീന, താങ്ക്സ്. എന്റെ കാത്തിരിപ്പ് അല്ല കാത്തുനിപ്പ് സഫലമായി. വാട്ട്? ലീന വന്നല്ലോ. അതിനെന്താ? ഒന്നുമില്ല. ബെന്നി എവിടെ? ഞാൻ കണ്ടില്ല. കണ്ടാൽ ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം. വരട്ടെ. ബൈ. റിപ്പയറിന് വന്ന കാറ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചോ പോട്ടെ. അതിടിച്ച് പപ്പടമാക്കിയതിന് ആരും ഉത്തരം പറയും? മനഃപൂർവ്വം ഇടിച്ച് പപ്പടമാക്കിയതല്ലോ ഗുരുവേ. വണ്ടി സ്റ്റാർട്ടാക്കാൻ തള്ളിയപ്പോ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം? ആ കാർ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയാം. അറിയാം, വല്ല ആക്രിക്കടയിലും കാണും. അല്ല, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, അതെപ്പ കൊണ്ടുപോയി? പോടോ. ഡോക്ടറോട് ഞാൻ എന്ത് സമാനം പറയും? അയാൾ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടുനടന്ന കാറായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കാൻ പറ്റിയ സാധനം. ശവപ്പൊട്ടിക്ക് 4 ടയർ. ഒരിക്കൽ ഭ്രാന്ത് വന്ന് ആശുപത്രിയിലായി. അവിടുന്ന് ഭേദമായി തിരികെ വന്ന് എന്റെ കൈയും കാലും താങ്ങി ഒരു പണി കിട്ടിയപ്പോ വീണ്ടും തുടങ്ങി എനിക്ക്. ഇനി ഇവിടെ പണിയില്ല, ഒരു കുന്തമില്ല. പോണം. പണിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? ഇവിടെ വേറെയും വർക്ക്ഷോപ്പുകളുണ്ട്, അത് ഓർത്തോ. 5-6 കൊല്ലം പാട്ടയും ചുരണ്ടി ഇവിടെ ഇരുന്നില്ലേ? ഈ കൃഷ്ണൻ വന്ന ശേഷമാണ് ഈ വലിയ കെട്ടിടവും കോപ്പും ഒക്കെ ഉണ്ടായത്. ഇവിടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നും ഇല്ലല്ലോ അടിച്ചു മാറ്റാൻ. ആരെങ്കിലും ഒരു കൊച്ചു മാരുതി കാർ കൊണ്ടുവന്നിട്ടിരുന്നെങ്കിൽ. തൽക്കാലം ഇത് മതി. 2 സ്മാളിനുണ്ട്. ഗുരുവേ, താൻ പോയില്ലടോ? ഇല്ല, ഇതെനിക്ക് വേണ്ട. എന്നാ പോയിക്കോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. തന്റെ അപ്പനാണോ ഭ്രാന്ത്? നമസ്കാരം. നമസ്കാരം. അമ്മ, ഞങ്ങൾ കോയ ഏജൻസീസ് വരിക. എന്തോ കംപ്ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റൗ കത്തുന്നില്ല. 2 ദിവസം മുമ്പ് ആ മാത്തുക്കുട്ടി വന്ന് റിപ്പയർ ചെയ്തതാ. അവനെവിടെ? അയാളെ ഞങ്ങൾ തൽക്കാലം സസ്പെൻഷനിൽ നിർത്തിയിരിക്കുക. അതെ, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അതെ. വരൂ. താങ്ക് യു. ഇതാ.
സ്വിച്ചിന് കംപ്ലൈൻസ് ഒന്നുമില്ല. ഇതിനെന്താ കുഴപ്പം? നശിപ്പിച്ചു. നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണോ? ഏയ്, ഞങ്ങള് മാത്തുക്കുട്ടിക്ക് പകരം വന്നവരൊന്നുമില്ല. പോയേ ഞങ്ങള് റിലേറ്റീവ്സാ, ഷെയർ ഹോൾഡേഴ്സ്. ഈ സ്വന്തം സ്ഥാപനമാകുമ്പോ നമ്മൾ തന്നെ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടാലേ ശരിയാവൂ. ജോലിക്കാരെ വെച്ചാൽ തന്നെ ഇക്കാലത്ത് നമ്മൾ കൂടെ നിന്നില്ലെങ്കിലേ മുഴുവൻ കംപ്ലൈൻസാ. അമ്മേ, ഇതിനിപ്പോ എന്താണ് കംപ്ലൈൻസ്? കത്തുന്നില്ല. കത്തിച്ചു നോക്കിയോ? കത്തിക്കാൻ തിരി കാണുന്നില്ലല്ലോ. നോക്കി നിൽക്കാതെ നീ ആ വാൽ വഴിച്ച് ക്ലീൻ ചെയ്യേ. എന്നിട്ട് നോക്കടാ. ഇതൊക്കെ ആ മാത്തുക്കുട്ടിയായിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ശരിയാക്കിയേനെ. ഗ്യാസ് ഉണ്ടോ? പിന്നെ പുതിയ സിലിണ്ടറാ. വേലപ്പ ഗ്യാസ് ലീക്ക് ചെയ്യുന്നു. നീ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാതെ ഫിറ്റ് ചെയ്യേ. ഫിറ്റ് ചെയ്ത് കത്തിച്ചു നോക്ക്. എന്റെ ദൈവമേ, ഭാഗ്യം. ഏതായാലും കത്തിയല്ലോ, നന്നായി. അമ്മയുടെ സർവൻസ് ആരുമില്ലേ? ഇല്ല. ഒരുത്തി വെക്കാത്ത എന്താ? ബാവാ, നിങ്ങളുടെ നാടെവിടെയാ? പിന്നെ കുറച്ച് വടക്ക. ഇവിടെ എവിടെയാ താമസിക്കുന്നത്? കോയയുടെ ഫ്ലാറ്റിലാ. അവിടെ ആകുമ്പോ രാത്രിയിൽ തണ്ടി ഇടല് കണക്ക് നോക്കാം. തിരക്ക് കാരണം വീട്ടിൽ പോകാനൊന്നും സമയം കിട്ടാറില്ല. ചായ എന്തെങ്കിലും ഇനിയും 8-10 വീടുകളിലൂടെ പോകാനുണ്ട്. ഇനി ഒരിക്കലാവും. ഓക്കെ. ഇനി ഇതുപോലെ എന്തെങ്കിലും റിപ്പയർ വന്നാൽ ഞങ്ങളെ തന്നെ വിളിക്കണം. കൂടാതെ ഇതുവഴി പോകുമ്പോ ഉച്ചയാണെങ്കിൽ വന്ന് ഊണ് കഴിക്കാം, വൈകുന്നേരം ആണെങ്കിൽ കാപ്പ് കുടിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞാൻ ഇതുവഴി പോവാം. ഓട്ടെ ഹമ്പേ. ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി ഡോളി പറഞ്ഞ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. അങ്ങനെ സ്നേഹമുള്ള ആണുങ്ങൾ ഇവിടെ ഒന്ന് വേഗാവട്ടെ. പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ വച്ചുവിളമ്പി തരാൻ ഞങ്ങൾ വേലക്കാരൊന്നുമല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെങ്ങനെ? ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ്. പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം ഈ ജോലി തീർത്തിട്ട് വന്ന് അടുക്കള കയറി. ഒന്ന് നിന്നേ. ആ ഞാവായിലെ പേടിച്ചെന്നല്ലേ അടുക്കള കയറുന്നത്? ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്, പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കാലം പഴങ്ങഞ്ഞി ഇരിപ്പുണ്ട്, അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. ഈ പഴങ്ങഞ്ഞിയുടെ കാര്യം ഇവിടെ എത്തിയോ? അതങ്ങനെ രണ്ടെണ്ണം വീശിയിരുന്ന നന്നായിട്ട് വിസ്തരിച്ചുണ്ണായിരുന്നു. കിട്ടുമോ? അമ്മയോട് ചോദിക്കാം അല്ലേ? അമ്മേ, മമ്മി ഇരിക്കുന്നില്ലേ? വേണ്ട, നിങ്ങൾ കഴിക്കേ. ഇതെല്ലാം ഉണ്ടാക്കി അമ്മ വല്ലാതെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ഫ്രൂട്ട്സ് ചുമ്മാ ഇരിക്കല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് രസമല്ലേ? രസമുണ്ടോ? പിന്നെ കൊറേ നാളായി ഞാൻ അടുക്കള കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. മതി മതി, ഇതെല്ലാം കൂടി ആവുമ്പോ വയറ് പൊട്ടിപ്പോവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു തിന്നോളാം അല്ലേ? വേണ്ട, അതൊക്കെ ഇരിക്കട്ടെ. ഊണിഷ്ടായോ? ഉഗ്രൻ. ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്, ഓംലെറ്റ്,
വാട്ട്സ് പ്രോബ്ലം? ഒരേ വേഷം, ഒരേ പൊക്കം, 4 പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു. ചുമ്മാ അവരെ എന്തിനാ പേടിക്കുന്നത്? അവരവിടെ വല്ല ഗ്യാസ് എടുക്കാൻ വന്ന പാർട്ടിക്കാരുമായിരിക്കും. അതെ, എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത്. Take it easy. Come on, dance with me. ഓ പ്ലീസ് നോ. Come on. ചേട്ടന് മഡോണ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന്? മറഡോണയുടെ എന്നാ പാസാ. മർഡോണയല്ല, മഡോണ. അതായത് പാട്ടുകാരി. അവരുടെ പാട്ട് ഇഷ്ടമാണോന്നാണ് ചോദിച്ചത്. ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ ഇഷ്ടം? 2 കാന്മാരെ ഇഷ്ടമാ. ആരാവന്മാര്? ചേട്ടന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഉടനെ ഒരു ഡോക്ടറെ കാണിക്കണം. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു. എന്തൊരു ഗ്ലാമർ. ഈ അടുത്തിടെ കൽക്കരി കനി ജോലി ചെയ്ത് കറുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ എന്റെ ഹൃദയത്തിൽ ചാടി കയറി കളഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല. ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല്ലു തന്നെ ഉണ്ടോ? ലേശം നീരുണ്ടല്ലോ. നല്ല ഉരുക്കൂത്ത കൈ. അധികം വെച്ചോണ്ടിരിക്കല്ലേ? ഇല്ല. ജലദോഷമുണ്ടോ? ഇല്ല. എന്താ? പിന്നെ ആരാ ചുമച്ചത്? ഞാനല്ല. പിന്നെ ആര്? പൊക്കോ പൊക്കോ. ഏത് നാറിയടാ? നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് കഴിഞ്ഞോ? ഇനി അവന്മാരെ എപ്പോഴും അങ്ങോട്ട് കയറി വരാന്നറിയില്ല. അവര് ഗ്യാസ് എടുക്കാൻ വന്നവരാ, പേടിക്കാനൊന്നുമില്ലെന്ന് ഡോളി പറഞ്ഞു. അതും കേട്ടോണ്ടിരുന്നോ? അറിയാത്ത കുഞ്ഞെ ചൊറിയും പറയും. അതെങ്ങനെ അറിയും? മമ്മിക്ക് എന്ത് പറ്റി കാണുമോ എന്തോ. പോലീസുകാർ അന്വേഷിക്കുന്നില്ലേ? അവരുടെ പണി ഇപ്പോ ഉണ്ണി വേലപ്പന്മാർ ഏറ്റെടുത്തിരിക്കുകയല്ലേ? ഹോസ്റ്റലിന് പോയെന്നറിഞ്ഞു. മാസ്റ്റർക്ക് വിഷമമായി. ചേച്ചി ഞങ്ങൾ ഇടവില്ല അല്ലേ? ആരാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നത്? കോയ പറഞ്ഞു. ഇവിടെ ആകെ പ്രശ്നമാണ്. ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. ചേച്ചിയെ പിടിച്ചോണ്ട് ഒരു കൊള്ളക്കാരൻ വന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. അശോ, ഇനി ചേച്ചി ഒട്ടും പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെളാം. അതിന് പറ്റിയ സൈസുള്ള പുള്ളികളും തന്നെ ഇവിടെ എത്തിയോ? ഉണ്ടപ്പക്കറുമാര് വേലപ്പിന്റെ പേടിക്കണ്ട. ഈ ചേട്ടനും കൂടെ ചേർന്നാ എന്നെ രക്ഷിച്ചത്. അലച്ചിലിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. വല്ലാതെ വിശക്കുന്നു. ഞങ്ങൾക്ക് ആഹാരം വേണം. വരൂ. ഇവിടെ ഇനി നെത്തോലികളുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്ന് വിസ്തരിച്ച് മനസ്സ് തുറന്ന് വർത്താനം പറയാൻ പോലും കഴിയില്ല. കഴിയും. നമുക്ക് ഇവിടെ ഇരുന്ന് ഒരുപാട് സംസാരിക്കാം. ആ ഉണ്ണിയും കുറിപ്പ് ഉറക്കമാകുമ്പോ ഞാൻ വിളിക്കാം. ആ ജനാല തുറന്നിട്ടേക്കണം. പോരുന്നു. പിന്നെ പോയോ? ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നേ പറ്റൂ. അത് കഴിഞ്ഞാൽ ഉടനെ എത്താം. തൽക്കാലം ഇവിടുത്തെ കാര്യമൊന്നും നീ അച്ഛനോട് പറയണ്ട. എത്രയും വേഗം നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ ഓഹോ, ഇവിടെ നിനക്ക് ഇത് തന്നെ പണി? ഇവിടെ ഇനി ഏത് പണിയാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും അവൻ ഞങ്ങളുടെ പണി കഴിക്കും. അതിനു മുമ്പ് അറിയാവുന്ന പണിയൊക്കെ ചെയ്ത് കൂത്തി തീർത്തോട്ടെ. മാറ്, ഞങ്ങള് പോക്കാം. ആ, കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോകരുത്. അത് ശത്രുവിന്റെ ബലം കൂട്ടും. നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും, പിന്മാറും. മമ്മി അവന്റെ കസ്റ്റഡിയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി നമ്മൾ അവന്റെ ഓരോ നീക്കങ്ങളും കരുതിയിരിക്കണം. അവന്റെ താമസം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ടി വരില്ല. ഇതിനേക്കാൾ മഹാവൃത്തികേടായിരിക്കും കാണാൻ. അവന്മാരെന്നെ ഒരു അലക്കാലക്കി. ഏതായാലും നല്ല കാര്യം. ഞങ്ങൾ ചെയ്യേണ്ടത് നാട്ടുകാർ ചെയ്യണം. നാട്ടുകാരൊന്നുമല്ല, ആ വില്ലന്മാര്. ആ വില്ലന്മാരെ എവിടെ വെച്ച് കണ്ടു? ഞാൻ വഴിക്ക് വെച്ച് കണ്ടു. മമ്മിയുടെ കാര്യമല്ലോ അറിയാവൂടാ. പട്ടി നായിന്റെ മോനെ എന്ന് ഞാൻ ചോദിച്ചു. മറുപടി കയ്യോടെ തന്നു. വല്ല കാര്യമുണ്ടോ അടി കിട്ടുന്നിടത്ത് മുഖം കാണിച്ചിട്ട്? ഈ മുഖം കാണിച്ച അടിയെ കിട്ടൂ. എന്റെ മുഖത്തിന് എന്താണ് കുഴപ്പം? നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. നീ തൽക്കാലം പുറത്തിറങ്ങണ്ട, കുറച്ച് റെസ്റ്റ് എടുക്ക്. ഏതായാലും നരിയാപ്പറമ്പിൽ മാത്തുക്കുട്ടി അവനിട്ട് 2 കൊടുക്കാതെ പിന്മാറൂല. എന്റെ രക്തം തിളക്കുന്നു. തിളച്ച് മറയുന്നതിന് മുമ്പ് വാങ്ങി വെക്കേ. ഞങ്ങളുടെ ഒപ്പം നിൽക്കണം പിൻശക്തിയായിട്ട്. പക്ഷെ പിന്നെ ഇന്ന് കുത്തരുത്. വാ. ഓ സോറി, എന്റെ സ്വഭാവം അറിയില്ല. അതാണ് അടിയുള്ളൊന്നും സ്വഭാവമല്ലേ. ഏതായാലും ഞാനിവിടെ കുറച്ചു ദിവസം നിൽക്കാം. എനിക്കിതൊരു ട്രെയിനിങ് ആവുമല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ.
ചേച്ചി കഴിഞ്ഞ ഓടി വരി ഓടി വരി ഓടി വരി ഓടി വരി ഓടി അയ്യോ അയ്യോ നമ്മളെ വേലപ്പുണ്ടായിരുന്നു വേലപ്പുണ്ടാ ചേട്ടാ അയ്യോ ഞാൻ പറ്റി ചേട്ടാ ಸರ್ 15 ಕಿಲೋಮೀಟರ್ ಆಯ್ತು ಏನಾದ್ರು ನೀನು ಅಷ್ಟಕ್ಕಾಯ್ತಾ ನಿಂದು ಲೈಸೆನ್ಸ್ ಎಲ್ಲಿ RC ಬುಕ್ ಎಲ್ಲಿ ಟೋಕನ್ ಎಲ್ಲಿ ತರ್ಸೋ ಸರ್ ಏನ್ ಮಾಡ್ಬೇಡ ಏನ್ ಮೀಟರ್ ಇದು ಆ ಗಾಡಿ ಪೊಲೀಸ್ ಸೀದಾ ಬಿಟ್ಬಿಟ್ಟು ನನ್ನ ಸರ್ ಒಟ್ಟಪಾಡಿಗೆ ದಯವಿಟ್ಟು ಏನ್ ಮಾಡಬೇಡ ಸರ್ ನಿನ್ ಪಾಕೆಟ್ ಎಷ್ಟಿದು ಏನ್ లేదు ಸದ್ಯಕ್ಕೆ ಹೋಗು ಏನ್ ಮಾಡ್ತ ನೀವು ಇಲ್ಲಿ ಮಾತಾಡ್ತಾ ಯಾರೇನು ಇಲ್ಲ ಅಂತ ತಲೆಕೊಂತೀಯಾ ഓ മാരക കേസ് കിട്ടാണല്ലോ എന്താ മാരകോ ഹലോ 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 അല്ല പൈലോ എക്സി പൈലോ താൻ എവിടുന്നാ ഞാൻ കുറെ ദൂരം അവിടെ പോലീസ് ഇല്ലേ ലോ ആൻഡ് ഓർഡർ ഇല്ലേ ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇല്ലേ ട്രാഫിക് റൂൾസ് ഇല്ലേ അബ്കാരി ആക്ട് ഇല്ലേ എന്തോ വേണം സാറേ നിയമം നടപ്പിലാക്കണം ഓ ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ അതങ്ങ് കേരളത്തില് പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ ഇതെന്താ സാധനം ജോണി വാക്കർ തന്റെ പേരല്ലേ ചോദിച്ച കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ എന്താ ജോണി വാക്കർ പോ ഞാൻ പോണോ സാറേ അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ ഞാൻ പോട്ടെ ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ കിട്ടി ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് ജയലക്ഷ്മി നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന് ഇല്ല ഇല്ല എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് എണ്ണത്തിനെ കണ്ടു അമരപ്പയർ പോലുള്ള പുരികം ഉണക്ക മുരിങ്ങിക്ക പോലുള്ള തലമുടി കത്തിരിക്ക മൂക്ക് മൊത്തങ്ങ മോഹം മലയാളത്തെ ലേശമില്ല പക്ഷേ ലക്ഷ്മി അങ്ങനല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇത്രയും പുകഴ്ത്തിയിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ ചേട്ടൻ സംസാരിക്കല്ലേ ഫലിതം ഒരു ചോദ്യം ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ രസികത്തി കൊള്ളാം എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട് എനിക്കൊരു ഉമ്മ തരുമോ പാല് ഓ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ പാല് എന്നാ പാല് കഴിഞ്ഞിട്ടാവാം പാൽപ്പായസം ഈ കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അതിന്റെ നഷ്ടം ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് ഹലോ ജോണി വാക്കർ ഗുഡ് ഈവനിങ് വന്നാട്ടെ സാറേ പോയില്ലേ അല്ലേ പോയെങ്കിൽ ഇവിടെ കാണുമായിരുന്നു ഏതാ വാക്കർ ഈ പിള്ളേര് സെറ്റ് എന്താ വിളിച്ച വാക്കർ ജോണി വാക്കർ നല്ല പേര്
ചളവാക്കിയല്ലോ എന്റെ സാറേ. ഇനി ഇവന്മാരെ എന്നെ അതേ വിളിക്കൂ. നല്ല വീശാണല്ലോ. ഒരു വീർ വിടുന്നോ? ഏയ് ബിയറൊക്കെ നിങ്ങൾ പിള്ളേർ കുറച്ച് വയറും വീർപ്പിച്ച് മുള്ളിക്കളയാം. എനിക്ക് ഹോട്ട്സ് ആണ് ഇഷ്ടം. അങ്ങനെ കൊച്ചാക്കാതെ സാറേ, നമ്മളും ഹോട്ട്സിന്റെ ആളാ. എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില്? ഒന്നാഞ്ഞിരുന്ന ഒരു ഫുള്ള്. അയ്യോ ഇളനങ്ങനെ കൊച്ചാക്കണ്ട. വാങ്ങിച്ചാ കാണിച്ചു തരാം. ശരി, ഞാനിപ്പോ നല്ല ബിയറിന്റെ പുറത്ത് നിൽക്കുക. ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിൾ അത്തെ അടിക്കുന്നതിന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും. എന്നാ പറയുന്നു? ചുമ്മാ ഡാവടിക്കാതെ വാക്കറേ. വേണ്ട, പന്തയം വെച്ചോ. നിങ്ങൾ ജയിച്ച 50 ഫുൾ ജോണി വാക്കും. വേണ്ട, എനിക്ക് എന്റെ കാശിങ് എന്നാ മതി. ശരി, അപ്പൊ ഞാൻ ജയിച്ചാലോ? ജയിച്ച പിന്നെ ഒരു ഫുൾ ജോണി വാക്കർ. ഓക്കെ ഓക്കെ. ആ വെക്ക്. മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നെടുത്ത് വീട്ടിലെത്തിച്ചേക്കണേ. പറയുന്നത് കേക്ക്. Give the balance as my gift. എന്തല്ല അങ്ങനെ ആ ഒരു തൊല്ലയും പോയി. എന്തൊരു ബഹളമായിരുന്നു. തലവെട്ടിക്കളയും കുടലെടുത്തുകളയും. ഇപ്പതേ കണ്ടില്ലേ, മതയാനെ ബലങ്ങ് വെച്ച് കൊണ്ടുപോണ പോലെ കൊണ്ടുപോകണം നമ്മുടെ അളിയനെ. എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്ത് നേരെ ആവാനും അധികം സമയം വേണം. എന്തായാലും കുഞ്ഞുമ്മക്ക രക്ഷപ്പെട്ടു. അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത്. യബൻ കുറച്ചു കാലം ഗോതമ്പുണ്ട മിഴുങ്ങേണ്ടി വരും. നോക്കള് നിന്നെ നോക്കണല്ല, കുഞ്ഞുമ്മക്കാനെ. അല്ല നിന്നെ കുഞ്ഞുമ്മക്കാനെ വിളിക്കണ. നിന്നെയാണ് വിളിക്കണത്. അല്ല കുഞ്ഞുമ്മക്കാനെ. ആണോ? എന്തല്ലോ അങ്ങോട്ട് ചെല്ല്. എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കി. കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്. കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെല്ല്. ഞാൻ തന്നെ. എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു. തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹ് നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലെങ്കിൽ വയ്യത്തായ എന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. യമാനല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. താഴേക്ക് ഡൗൺ. പോട്ടെ പോട്ടെ. ഓക്കെ. ഇടി കൊണ്ടപ്പോ വെയിറ്റ് കൂടിയാ. അവന്റെ അച്ഛനെയൊന്നും ഉമ്മർത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. എന്തല്ലാ മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. നീയാ?
അളിയനെ കൊണ്ട് കണ്ടിക്കാൻ എന്റെ ഒരു ഭാര്യയായി. എന്ത് ഭാര? 10,000 രൂപ നമ്മുടെ എണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി? അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. എന്റെ എല്ലാ അവയവങ്ങളും അവന് തന്നെ തണച്ചു. കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, ഈ ഒരു കയ്യും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്.